Hi dear students, കഴിഞ്ഞ സെക്ഷനിൽ e-learningന്റെ ഭാഗമായിട്ട് വരുന്ന e-book എന്താണെന്നും that is electronic books എന്താണെന്നും അതിന്റെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് what is audio in e-learning. ഓഡിയോ എങ്ങനെയാണ് e-learningൽ എഫക്റ്റീവ് ആവുന്നത് അല്ലെങ്കിൽ ഓഡിയോന്റെ ഇമ്പോർട്ടൻസ് എന്താണ് e-learningൽ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം നമ്മൾ ഒരു വിഷ്വലായിട്ട് അല്ലെങ്കിൽ ഒരു വീഡിയോ വാച്ച് ചെയ്യുകയാണെങ്കിൽ പോലും വോയിസ് ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് എഫക്റ്റീവ് ആവുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. വെറും ജസ്റ്റ് നമുക്കൊരു വിഷ്വലായിട്ട് അല്ലെങ്കിൽ വേർഡ്സ് മാത്രം ടെക്സ്റ്റ് മാത്രം റീഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത്രത്തോളം എന്താവില്ല, കംഫർട്ടും അല്ല, അതുപോലെ തന്നെ ലേണിംഗ് എന്നുള്ള പ്രോസസ്സിനെ അത് എഫക്റ്റീവ് ആക്കുന്നുമില്ല. ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് എഫക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് ഓഡിയോന്റെ റോൾ എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക് തന്നെയാണ്, വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഓഡിയോ ഇൻ e-learning. ഫസ്റ്റ് നമുക്ക് അതിന് മുന്നേ ആയിട്ട് എന്താണ് ഓഡിയോ ഇൻ e-learning എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഓഡിയോ കൂടി ഉണ്ടെങ്കിൽ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെല്ലാവരും അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഈ ടെക്സ്റ്റ് മാത്രമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ അത് എഫക്റ്റീവ് ആവും ഇല്ല. ആ ഒരു മാറ്ററിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താണോ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ ഒരു കണ്ടന്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലേ. ഈ ടെക്സ്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ എക്സ്പ്ലനേഷനും കൂടി ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് അതിന്റെ ഓഡിയോ കൂടി ഉണ്ടെങ്കിൽ മാത്രമേ e-learning സക്സസ്ഫുൾ ആയിട്ട് മാറുള്ളൂ. അപ്പം അതുതന്നെയാണ് ഓഡിയോ ഇൻ e-learningൽ പറയുന്നത്. എന്ത് വോയിസ് അല്ലെങ്കിൽ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലിന്റെ കൂടെ നമ്മൾ എന്തെങ്കിലും ലിസണും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഈസ് കേൾക്കും കൂടി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓഡിയോ എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഓഡിയോ മീൻസ് കമ്പ്യൂട്ടേഴ്സും ഡിജിറ്റൽ ഇലക്ട്രോണിക് ഡിവൈസസും ഒക്കെ സൗണ്ട് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനെയാണ് ഡിജിറ്റൽ ഓഡിയോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് സെന്റൻസ് നോക്കുക, ഓഡിയോ ഈസ് ഡെഫിനറ്റ്ലി പവർഫുൾ ആൻഡ് ഇറ്റ് ക്യാൻ ഡു സെവറൽ തിങ്സ് ഇൻ e-learning അല്ല. നെക്സ്റ്റ്, എവിടേക്കാണ് e-learningൽ ഓഡിയോസ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓഡിയോസിന്റെ ആവശ്യകത എന്താണ്, ഏതൊക്കെ ഫീൽഡിലാണ് ഓഡിയോസ് നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് എന്നാണ്. ഫസ്റ്റ്, നരേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഓഡിയോസ്. അപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ജസ്റ്റ് ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ ജസ്റ്റ് ടെക്സ്റ്റുകൾ മാത്രമാണെങ്കിലും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ആ ഒരു കണ്ടന്റ് എന്താന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് അതിൽ പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ വോയിസ് ആയിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ആ ഒരു കാര്യം എന്താന്നുള്ളത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതന്നെയാണ് പറയുന്നത്, നരേഷനിലും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഓഡിയോസ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, സ്പോക്കൺ വേർഡ്സ്. ലാംഗ്വേജ് സ്റ്റഡി, ലാംഗ്വേജ് കോഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്റ്റഡി ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രഞ്ച് ലാംഗ്വേജ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിയോ ആണ് ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് വിചാരിക്കും, ഇപ്പൊ ഇംഗ്ലീഷ് ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വേർഡും പ്രൊണൗൺസ് ചെയ്യുന്നത് ഓരോ രീതിയിലാണ് അല്ലെ. അപ്പൊ പ്രൊണൗൺസിയേഷൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വേർഡ് എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യാന്നുള്ള വോയിസ് നിങ്ങൾക്ക് കേൾക്കണം, അല്ലാണ്ട് ജസ്റ്റ് അത് ടൈപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ ടെക്സ്റ്റ് കണ്ടിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയാണത് പ്രൊണൗൺസ് ചെയ്യാന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, ത്രൂ വോയിസ് തന്നെ അത് കേട്ട് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാൻ. അപ്പൊ അവിടെയും എന്ത് യൂസ് ചെയ്യും, ഓഡിയോ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫീഡ്ബാക്ക് എടുക്കാൻ. ഇപ്പോൾ ലേണിങ്ങിന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ഫീഡ്ബാക്ക് ഓർ അസസ്മെന്റ് അല്ല. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നോളജ് സ്കില്ലൊക്കെ പ്രൊവൈഡ് ചെയ്താൽ പോരാ, അത് ലേണേഴ്സ് അത് അക്വയർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എന്തിലൂടെ പറ്റുള്ളൂ, ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അസസ്മെന്റ് തന്നെ ഫോർമേറ്റീവ് അസസ്മെന്റ് ഉണ്ട്, സമ്മേറ്റീവ് അസസ്മെന്റ് ഉണ്ട്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ഫീഡ്ബാക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്കൊന്ന് റീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താണ് ആ ക്ലാസ്സിന്റെ എഫക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ഫീഡ്ബാക്ക് എന്താന്നുള്ളത് റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല.
ഫീഡ്ബാക്ക് തന്നെ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ത്രൂ വോയിസ് ആണെങ്കിൽ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആണ്. അപ്പൊ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ടും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഓഡിയോ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സൗണ്ട് എഫക്ട്സ്. ക്ലാസ്സിന്റെ ഇടയിൽ കുറച്ച് സൗണ്ട് എഫക്ട്സ് അല്ലെങ്കിൽ ആനിമേഷൻസ് അതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും കുറച്ചും കൂടി ക്ലാസ് എന്റർടൈൻമെന്റും അതുപോലെ തന്നെ കുറച്ചും കൂടി വീഡിയോസ് കണ്ടിരിക്കാൻ കുറച്ചും കൂടി കംഫർട്ട് ആയിരിക്കും. അപ്പോൾ സൗണ്ട് എഫക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ലേണിംഗിൽ കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ് ആർക്ക്? ലേണേഴ്സിന്. അതാണ് സൗണ്ട് എഫക്ട്സിൽ പറയുന്നത്. നെക്സ്റ്റ് മ്യൂസിക്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് കുറച്ചും കൂടി അല്ലെ കുറച്ചും കൂടി ഒരു സാധാ ഒരു ട്രഡീഷണൽ വേയിലായിരിക്കില്ല, നമുക്ക് കുറച്ചും കൂടി ഒരു എന്റർടൈൻമെന്റ് അതുപോലെ തന്നെ മോർ ഫൺ ആയിട്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലേണിംഗിൽ ഓഡിയോസ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പറഞ്ഞത് നരേഷൻ, അതായത് കണ്ടന്റിന് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്, അതിനെയാണ് നരേഷനിൽ പറയുന്നത്. സ്പോക്കൺ വേർഡ് അല്ലെ, സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ചില വേർഡ്സിന്റെ പ്രൊനൗൺസിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വോയിസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വേർഡ് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക എന്നുള്ളതൊക്കെ റിയലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതിനാണ് സ്പോക്കൺ വേർഡ്. ഇത് ഫീഡ്ബാക്ക് എടുക്കാൻ ക്ലാസ്സിന്റെ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും ആയിക്കോട്ടെ ഫീഡ്ബാക്ക് നമ്മൾ വോയിസിലൂടെ പറയുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ദെൻ സൗണ്ട് എഫക്ട്സ്. ഇപ്പൊ കാർട്ടൂൺസിലാണെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, അനിമേഷൻസിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സൗണ്ട് എഫക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതെന്താണ് കുറച്ചും കൂടി നമുക്ക് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലായിരിക്കും സൗണ്ട് എഫക്ട്സും കൂടി ഉണ്ടെങ്കിൽ. ദെൻ മ്യൂസിക്, ഒരു ലൈറ്റ് മ്യൂസിക് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ ഈ ലേണിംഗ് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് നമ്മൾ ഹൗ ടു യൂസ് ഓഡിയോ ഇൻ ഇ ലേണിംഗ്. എങ്ങനെയാണ് ഇ ലേണിംഗിൽ ഓഡിയോ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്? അവോയ്ഡ് ടെക്സ്റ്റ് സ്പീച്ച് റിഡൻഡൻസീസ്. അതായത് എഫക്റ്റീവ് ആയിട്ട് എങ്ങനെയാണ് ഓഡിയോസ് ഇ ലേണിംഗിൽ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമുക്കൊരു ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കുന്നതിനേക്കാൾ നല്ലതായിരിക്കും അല്ലെ ആ ഒരു കാര്യം നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ വോയിസ് കൊണ്ട് പറയുന്നത്, സൗണ്ട് യൂസ് ചെയ്തിട്ട് ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ അവോയ്ഡ് ടെക്സ്റ്റ് സ്പീച്ച് റിഡൻഡൻസീസ്. ടെക്സ്റ്റിൽ നിന്നും നമുക്ക് എന്താണ് അതായത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആള് ഉദ്ദേശിച്ചത്, ഇപ്പൊ ആ ടെക്സ്റ്റിലൂടെ അയാൾ എന്താണോ കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് അതെന്ത് ചെയ്യില്ല, പലപ്പോഴും കിട്ടാൻ ചാൻസ് കുറവാണ്. പക്ഷെ അത് സ്പീച്ചിലൂടെ ആണെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? കറക്റ്റ് എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് യൂസ് ഓഡിയോ വിത്ത് വിഷ്വൽസ് ഫോർ മോർ കോംപ്ലെക്സ് സബ്ജക്ട് മാറ്റർ അല്ലെ. ഇപ്പോൾ കോംപ്ലെക്സ് ആയിട്ടുള്ള സബ്ജക്റ്റ്, അതായത് കുറച്ച് ടഫ് ആയിട്ടുള്ള പേപ്പേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള ടോപ്പിക്സ് ഡീൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെറും വിഷ്വൽസ് മാത്രം ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. അതിന്റെ കൂട്ടത്തിൽ ഓഡിയോ കൂടി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കോംപ്ലെക്സ് സബ്ജക്റ്റ് കൂടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രോബ്ലം പേപ്പറിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ അക്കൗണ്ടിങ് വർക്ക് ഒക്കെയാണ്, അത് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് വിഷ്വൽ മാത്രം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കൊള്ളണമെന്നില്ല അല്ലെ. അതിന്റെ കൂട്ടത്തിൽ ഓഡിയോയും കൂടി കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ടഫ് ആയിട്ടുള്ള സബ്ജക്റ്റും കൂടി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് യൂസ് ഹൈ ക്വാളിറ്റി ഓഡിയോ. അതായത് നമുക്ക് ഓഡിയോ കൊടുക്കുമ്പോൾ തന്നെ സ്ട്രെസ് ചെയ്ത് പറയേണ്ട സ്ഥലങ്ങളുണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറച്ചൊരു ലോ ടോണിൽ പറയേണ്ട സ്ഥലങ്ങളുണ്ടായിരിക്കും. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത നമ്മൾ ജസ്റ്റ് ലോ ടോണിൽ പറയും. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്ട്രെസ് ചെയ്ത് കൊടുക്കും അല്ലെ, പറയും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹൈ ക്വാളിറ്റി ഓഡിയോസ് യൂസ് ചെയ്യണം. അപ്പോൾ ഓഡിയോ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നോയ്സസ്, ദാറ്റ് ഈസ് ബഹളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഓഡിയോനെ എഫക്റ്റ് ചെയ്യും അല്ലെ. അപ്പോൾ ഹൈ ക്വാളിറ്റി ഓഡിയോസ് യൂസ് ചെയ്താൽ ഇ ലേണിംഗ് എന്ത് ചെയ്യും? എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് അസസ് ലേണേഴ്സ് നോളജ് ത്രൂ ക്രിയേറ്റിംഗ് ആൻഡ് ഓഡിയോ പ്രസന്റേഷൻ. നമ്മൾ പറഞ്ഞു ഇപ്പോൾ ലേണേഴ്സ് നോളജ് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇപ്പോൾ ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വീഡിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഓഡിയോ ആയിക്കോട്ടെ ജസ്റ്റ് ലിസൺ ചെയ്യുക മാത്രമല്ല, അല്ലാണ്ട് ലേണേഴ്സിനും കൂടി എന്ത് ചെയ്യുക?
ഓഡിയോ പ്രസന്റേഷൻ ചെയ്യാനുള്ളൊരു ചാൻസ് കൊടുക്കുക. അതാണ് അസസ് ലേണേഴ്സ് നോളജ് ത്രൂ ക്രിയേറ്റിംഗ് ആൻഡ് ഓഡിയോ പ്രസന്റേഷൻ. ഇപ്പോൾ അസൈൻമെന്റ് അല്ലെങ്കിൽ സെമിനാർ, ഇപ്പം നമുക്കറിയാം ട്രഡീഷണൽ രീതിയിൽ ഇപ്പോൾ ആയിരുന്നെങ്കിൽ, ട്രഡീഷണൽ ക്ലാസ്സസ് ആണെങ്കിൽ നമുക്ക് സെമിനാറൊക്കെയും കണ്ടക്ട് ചെയ്യാമായിരുന്നു അല്ലെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അങ്ങനത്തെ സ്കോപ്പ് ഒന്നുമില്ല. അപ്പൊ ഈ ഓൺലൈൻ ആയിട്ട് തന്നെ നമുക്ക് സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുക്കുക, അവരെന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് സ്ലൈഡ് പ്രസന്റ് ചെയ്തിട്ട് സ്ലൈഡ് ടൈപ്പ് ചെയ്തിട്ട് അതിന് വോയിസ് കൊടുക്കുക. അപ്പൊ അതായത് ലേണേഴ്സിനും കൂടി എന്ത് ചെയ്യുക, ഓഡിയോ പ്രസന്റേഷനുള്ള ചാൻസും കൂടി കൊടുക്കുക. അതാണ് അസസ് ലേണേഴ്സ് നോളജ് ത്രൂ ക്രിയേറ്റിംഗ് ആൻഡ് ഓഡിയോ പ്രസന്റേഷൻ. അവരുടെ നോളജ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയും, ഇതാണ് ടോപ്പിക്ക്, അതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് നിങ്ങൾ ക്ലാസ് എടുക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഓഡിയോ പ്രസന്റേഷനും കൂടി എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാണ് പറയണത്. ഈ ലേണിംഗിൽ ഓഡിയോസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നെക്സ്റ്റ്, പ്രൊവൈഡ് ഓഡിയോ ഇൻസ്ട്രക്ഷൻസ് ഫോർ മോർ കോംപ്ലിക്കേറ്റഡ് അസൈൻമെന്റ്സ്. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് ഒക്കെ നമ്മൾ അസൈൻമെന്റ് കൊടുക്കുമ്പോൾ അതേപോലെ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുള്ളൂ, ഇങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇതാണ് ഡേറ്റ് അല്ലെങ്കിൽ ഇതാണ് ടൈം എന്ന് കൊടുക്കാതെ എങ്ങനെയൊക്കെ ആയിരിക്കും ആ എക്സാമിന്റെ മെത്തേഡ് എങ്ങനെയാണ്, ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്സ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ ആവശ്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ്, അങ്ങനെ കുറച്ചും കൂടി നമ്മൾ ഓഡിയോ വഴി എക്സ്പ്ലനേഷൻസ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി എന്താ പറയുക എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. പ്രൊവൈഡ് ഓഡിയോ ഇൻസ്ട്രക്ഷൻ ഫോർ മോർ കോംപ്ലിക്കേറ്റഡ് അസൈൻമെന്റ്സ്. അല്ലെ, കുറച്ച് ടഫ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോൾ അതിനെന്ത് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമ്പോൾ ജസ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യാതെ ഓഡിയോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുകയാണെങ്കിൽ അത് സ്റ്റുഡൻസിന് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് വരുന്നത് അലോ ലേണേഴ്സ് ടു കൺട്രോൾ ദി ഓഡിയോ പ്ലേബാക്ക് ആൻഡ് വോളിയം. ലേണേഴ്സിന് ഓഡിയോ അല്ലെങ്കിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പബ്ലിക് പ്ലേസ് ആണെങ്കിൽ ഇപ്പോൾ ലേണേഴ്സ് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല, ഇപ്പോൾ ലേണേഴ്സിന് പല എൻവയോൺമെന്റിൽ ഇരുന്നുകൊണ്ടായിരിക്കും ഈ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, ഇപ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ നേരെ മറിച്ചിട്ടാണെങ്കിൽ ഇപ്പോൾ സാധാ ഒരു നോർമൽ പ്ലേസിലാണെങ്കിൽ അത്രയും ഹൈ വോളിയത്തിൽ വേണ്ടിയില്ല, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ആവറേജ് വോളിയത്തിൽ മതിയായിരിക്കും അല്ലേ. ചിലപ്പോൾ അത്രയും അത്യാവശ്യമൊക്കെ നമുക്ക് മ്യൂട്ട് ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ ലേണേഴ്സിന് ഓഡിയോസ് അല്ലെങ്കിൽ വോളിയം കൺട്രോൾ ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഈ ലേണിംഗിൽ ഓഡിയോസിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ലേണേഴ്സിന് കൺട്രോൾ ചെയ്യാൻ സാധിക്കണം, അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം, വോളിയം ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ചൂസ് ഓഡിയോ വിത്ത് ദി റൈറ്റ് ടോൺ, ജാർഗൺ ആൻഡ് പേസ്. നമ്മൾ ഹൈ ക്വാളിറ്റി ഓഡിയോ യൂസ് ചെയ്യണം എന്നുള്ളതിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ഹൈ ക്വാളിറ്റി ഓഡിയോസ് യൂസ് ചെയ്യണം എന്നുള്ള പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ക്വാളിറ്റി ഇല്ലാത്ത ഓഡിയോ ആയിരിക്കരുത്. ഇപ്പോൾ നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ക്ലിയർ ആയിരിക്കണം, അതാണ് ഹൈ ക്വാളിറ്റി ഓഡിയോ എന്നുള്ളതിൽ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് റൈറ്റ് ടോൺ, ജാർഗൺ ആൻഡ് പേസ്. നമ്മൾ കറക്റ്റ് വോയിസ് കൊടുക്കുമ്പോൾ ലേണേഴ്സിന് മനസ്സിലാവാത്ത രീതിയിലുള്ള വോയിസ് സൗണ്ട് ആവരുത് അല്ലെങ്കിൽ ഓഡിയോ ആവരുത്. പിന്നെ റൈറ്റ് ടോൺ ആയിരിക്കണം, എന്താണോ കണ്ടന്റ് അതിനനുസരിച്ചിട്ടുള്ള ടോൺ ആയിരിക്കണം കൊടുക്കേണ്ടത്. പേസ് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ സ്പീഡിൽ ഓവർ സ്പീഡിലും പോകരുത്, എന്നാൽ പറ്റേ സ്ലോ ആയിട്ടും പോകരുത്. കറക്റ്റ് ലേണേഴ്സിന് അതായത് റിയലൈസ് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഫോമിലായിരിക്കണം ഓഡിയോ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് എൻഹാൻസ് ദ എക്സ്പീരിയൻസ് വിത്ത് സ്യൂട്ടബിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. കണ്ടന്റിനനുസരിച്ചിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക എഫക്റ്റീവും അതുപോലെ തന്നെ കുറച്ച് എക്സൈറ്റിങ്ങും ഒക്കെ ആയിരിക്കും അല്ലേ. അപ്പം ആ ഒരു കണ്ടന്റിന് യൂസ് ചെയ്തിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ലൈറ്റ് മ്യൂസിക് ഒക്കെയും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലേണിംഗ് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് മാറുമെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, യൂസ് വോയിസ് ഓവർ ആക്ടേഴ്സ് ടു മേക്ക് കോഴ്സ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ. ഇപ്പോൾ ഈ ഓഡിയോ കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ വോയിസ് കൊടുക്കുന്നതിലൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരിക്കും. അപ്പം അവരൊക്കെ വെച്ചിട്ട് നമ്മൾ കണ്ടന്റിനുള്ള വോയിസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു വോയിസ് അല്ലെങ്കിൽ വീഡിയോ ആണ് കണ്ടന്റിനാണ് വോയിസ് കൊടുക്കുന്നതെങ്കിൽ അത് കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, ക്രിയേറ്റ് ഫൺ ആൻഡ് ക്രിയേറ്റിവിറ്റി വിത്ത് കസ്റ്റമൈസ്ഡ് സോങ്സ്.
അപ്പോൾ ആ ഒരു കണ്ടന്റിന് അനുസരിച്ചിട്ടുള്ള സോങ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ കണ്ടന്റിന് വോയിസ് കൊടുക്കുന്ന ആളുകൾ തന്നെ എന്ത് ചെയ്യുക, എന്താണോ അവർ എടുക്കുന്നത് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന കണ്ടന്റ് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സോങ് ഒക്കെ അവർ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ലേണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി ഈസി ആയിരിക്കും ലേണിംഗ് എന്നുള്ള പ്രോസസ്സ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി ലെവലിലുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ ABCD ഒക്കെ അല്ലേ പഠിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ ടീച്ചേഴ്സ് തന്നെ എന്ത് ചെയ്യും, സോങ് ഒക്കെ കൊടുക്കും, ക്രിയേറ്റീവ് ആയിട്ടുള്ള സോങ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് അത് എന്ത് ചെയ്യും, പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ചെറിയ കുട്ടികൾക്കൊക്കെ അങ്ങനെയാണ് ടീച്ചേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് അല്ലേ. ABCD എന്നൊക്കെ പഠിക്കുന്നതിന് കുറച്ച് സോങ്സ് അല്ലേ, അങ്ങനത്തെ സോങ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, അപ്പോൾ അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയും അവരെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ കണ്ടന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ആഡ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ലേണിംഗ് എന്നുള്ള പ്രോസസ്സ് ഫണ്ണായിരിക്കും, അതുപോലെ തന്നെ എഫക്റ്റീവും ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഓഡിയോയിൽ ലേണിംഗിൽ വരുന്ന ഇമ്പോർട്ടൻസ്. നമ്മൾ എന്തൊക്കെയാ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓഡിയോ ലേണിംഗിൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഇപ്പൊ വിഷ്വൽ എഫക്റ്റ് മാത്രമാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കണ്ടന്റ് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ കഴിയണം എന്നില്ല. അപ്പോൾ ഓഡിയോ കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വോയിസ് ഓവറും കൂടി ചെയ്തിട്ടുണ്ടെങ്കിലാണ് ലേണിംഗ് സക്സസ്ഫുൾ ആയിട്ട് മാറുള്ളൂ എന്നാണ് പറയണത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിയോ യൂസ് ചെയ്യുന്നത്, നരേഷന് വേണ്ടിയിട്ട്, ദെൻ ഫീഡ്ബാക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, സ്പോക്കൺ വേർഡ്സിന്റെ യൂസിന് വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹൗ ടു യൂസ് ഓഡിയോ ഇൻ ലേണിംഗിൽ എങ്ങനെയൊക്കെയാണ് ഓഡിയോ യൂസ് ചെയ്യുക. ഓഡിയോ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഹൈ ക്വാളിറ്റി ആയിരിക്കണം, കറക്റ്റ് ടോണിലൊക്കെ വേണം വോയിസ് കൊടുക്കാനായിട്ട്. ദെൻ ഓഡിയോ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഒക്കെ ലേണേഴ്സിന് ഉണ്ടായിരിക്കണം. ദെൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ പ്രൊഫഷണലിനെ വെച്ചിട്ടൊക്കെ വോയിസ് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടി, അതായത് പ്രൊഫഷണൽ വോയിസ് കൊടുക്കുന്ന ആക്ടേഴ്സ് ആണെങ്കിൽ അവരെ വെച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ കണ്ടന്റ് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ കണ്ടന്റിനനുസരിച്ചിട്ടുള്ള സോങ് ഒക്കെയും അല്ലെങ്കിൽ ആനിമേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഫണ്ണും അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടും ഓഡിയോ ലേണിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ടാവുന്ന ആ ഒരു കൺഫ്യൂഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ ത്രൂ വോയിസ് കൊടുക്കുകയാണെങ്കിൽ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ കോംപ്ലക്സ് ആയിട്ട് അല്ലെങ്കിൽ ടഫ് ആയിട്ടുള്ള സബ്ജക്ട് മാറ്റേഴ്സ് ഒക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യണം, ഓഡിയോ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയാണ് ഇന്നത്തെ സെക്ഷനിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.